അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. താജുൽ ഉലൂം മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ മദ്രസകൾ ശീതീകരിക്കപ്പെടണം എന്നതാണ് വിഷയം. നമ്മുടെ എല്ലാ പള്ളികളും ഏകദേശം ഒരു 95% വരുന്ന പള്ളികളൊക്കെ ഇന്ന് AC ഫിറ്റ് ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായ എല്ലാ സാഹചര്യങ്ങളും പള്ളികളുടെ പരിപാലന സമിതി അംഗങ്ങൾ ഇന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇവരെ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതികൾ മഹല്ല് പരിപാലന സമിതിയും നമ്മുടെ ഉസ്താദുമാരും പള്ളികളിൽ നിന്ന് അത് ഓർമ്മപ്പെടുത്തും. പക്ഷേ ഈ മദ്രസയെ അത് കുട്ടികൾക്ക് അനുയോജ്യമായ രൂപത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റുന്നുണ്ടോ എന്നതാണ് നാം പരിശോധിക്കേണ്ടത്. ഇന്നത്തെ സാഹചര്യം ഹൈടെക് യുഗമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ജനിച്ചു വളരുന്ന ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിലും വിദ്യാർത്ഥിനിയാണെങ്കിലും അവരുടെ മറ്റ് എല്ലാ സാഹചര്യങ്ങളും ഹൈടെക്കാണ്. അവരുടെ വീട്, അവർ ഇടപെടുന്ന മറ്റ് സ്ഥലങ്ങൾ, ഇവിടൊക്കെ വലിയ സംവിധാനങ്ങളാണ്. പക്ഷേ ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച വിദ്യാർത്ഥിനികളും നമ്മുടെ മദ്രസയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് നാം തിരിച്ചറിയണം. എന്നിട്ട് നമ്മുടെ മദ്രസകൾ ക്ലാസ് റൂമുകളെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കണം. എല്ലാ അർത്ഥത്തിലും അത് ശീതീകരിക്കപ്പെടണം, AC ഫിറ്റ് ചെയ്യണം. ഇന്ന് നല്ല ചൂടാണ്, അസഹ്യമായ ചൂടാണ്, വേനൽ ചൂടുണ്ട്. ഇനി മറ്റ് സമയങ്ങളിലാണെങ്കിൽ പോലും ചൂടുകൾ ഉണ്ടാകും. കാരണം ഒരു ക്ലാസ് റൂമിൽ കുട്ടികളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് നമ്മുടെ മദ്രസ ക്ലാസ് റൂമുകൾ അത് ശീതീകരിക്കപ്പെടണം എന്നതാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത് മഹല്ലിൻ്റെ പരിപാലന സമിതി അംഗങ്ങളോടാണ്, മദ്രസ കമ്മിറ്റി അംഗങ്ങളോടാണ്, ആ മഹല്ലിലെ ഒരു നാട്ടിലെ ജനങ്ങളോടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ എങ്ങനെ കഴിയുന്നു? നമ്മുടെ വീട്ടിൽ AC-യിൽ താമസിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ അതുമായി തത്തുല്യമായി തുലനം ചെയ്യാൻ പറ്റുന്ന മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. AC ഇല്ലാത്ത വീടുകളും ഉണ്ടാകാം. പക്ഷേ നമ്മുടെ ക്ലാസ് റൂമിൽ വരുമ്പോൾ അവർക്ക് വളരെ ഭംഗിയായ രൂപത്തിൽ ഈ അറിവുകൾ പഠിക്കാനുള്ള നല്ലൊരു സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പോൾ പള്ളികളിൽ നാം എന്തിനാണ് AC ഫിറ്റ് ചെയ്തത്? പള്ളികളിൽ എന്തിനാണ് നാം ശീതീകരണം നടത്തിയത്? നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് നല്ല മനസാന്നിധ്യത്തോടുകൂടി ഇബാദത്തിനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണ്. അസഹ്യമായ ചൂട്, വിയർത്തൊലിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ നിസ്കാരത്തിൻ്റെ ശ്രദ്ധ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് പള്ളികൾ നാം ശീതീകരിച്ച് ആളുകൾ ഇന്ന് AC ഉള്ള പള്ളികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മദ്രസകളും ഇതേപോലെ ശീതീകരിക്കപ്പെടണം എന്നതാണ്. ശീതീകരണം മാത്രമല്ല ഞാൻ പറയുന്നത്, സ്മാർട്ട് ക്ലാസ് റൂമുകളായിരിക്കണം. ഒരു വിദ്യാർത്ഥിനി നമ്മുടെ മദ്രസ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അത് അവരെ ആകർഷിപ്പിക്കപ്പെടുന്ന ഒന്നായിരിക്കണം. പൊട്ടിപ്പൊളിഞ്ഞ ഡെസ്കുകളോ ബെഞ്ചുകളോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളോ ഇതൊന്നും ആകരുത്. നല്ല ഭംഗിയുള്ളത്, ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്ന, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന വിദ്യാർത്ഥിനികളാണ് നമ്മുടെ മക്കൾ. അവർ നമ്മുടെ മദ്രസയിലേക്ക് വരുമ്പോൾ മതപരമായ അറിവ് പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാതെ പോകുമ്പോൾ ഇതിനോടുള്ള താല്പര്യങ്ങൾ കുട്ടികൾക്ക് കുറയുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയും നല്ല റാഹത്തായ രൂപത്തിൽ
നല്ല സന്തോഷത്തോടുകൂടി ക്ലാസ്സിലിരുന്ന് ഗുരുനാഥൻ്റെ മുന്നിലിരുന്ന് അറിവ് പകർന്ന് പഠിക്കുന്ന ഒരു സംവിധാനം നാം ഒരുക്കണം. എല്ലാ പരിപാലന സമിതി അംഗങ്ങളും മദ്രസ കമ്മിറ്റി അംഗങ്ങളും മഹല്ലിലെ ജനങ്ങളും ഇത് കേൾക്കുന്നവരൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഈ ഒരു വിഷയത്തിന് നല്ലൊരു പരിഹാരം താമസിയാതെ തന്നെ ഉണ്ടാകാൻ എല്ലാവരും ഇതിന് സഹായിക്കുകയും കൂടി വേണം എന്ന് ഉറപ്പെടുത്തുകയാണ്. AC ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിനായിരിക്കുന്ന സാമ്പത്തിക ചെലവുകളുണ്ടാകും. ഒരു 30-35,000 രൂപയോളം വരും എന്നതാണ് ഏകദേശം ഒരു ACക്ക് നമുക്ക് ചെലവ് വേണ്ടി വരിക. അപ്പോൾ അതിനാവശ്യമായ സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കണം. നമ്മുടെ മക്കൾ നമ്മുടെ മക്കളായി ഭാവിയുടെ വാഗ്ദാനങ്ങളായി നന്നായി പഠിച്ച് വളരട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.